നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഴുത്തുനാറിയ കൈകൾ ഉയർത്തി മുഖ്യമന്ത്രി പറയുന്നത് കേട്ടില്ലേ? തന്റെ കൈകൾ ശുദ്ധമെന്ന്. മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പണം കൊണ്ടാണെന്ന്. ഈ മനുഷ്യൻ ഇത്ര തറയാണോ? നാവെടുത്താൽ കള്ളമേ പറയുവോ? മക്കളെയും അതേ അച്ചിൽ വാർത്തു വെച്ചിരിക്കുകയാണോ? തൊഴിലാളി വർഗത്തെ ഒറ്റുകൊടുത്തിട്ട് ഇത്തിൽ കണ്ണി പോലെ വളർന്നു. പിണറായി വിജയനും മകൾക്കുമെതിരെ വലിയ എതിർപ്പാണ് ഉയരുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വീണയെ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കെ ക്ലിഫ് ഹൗസിൽ കൂട്ടക്കരച്ചിലുയരുന്നുണ്ട്. വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വന്നാൽ അത് പിണറായിക്ക് വലിയ അടിയാണ്. പണി കിട്ടി നിൽക്കുമ്പോൾ ദേ അടുത്ത അടാറ് പണി. ഈ കൈകൾ ശുദ്ധമാണോ? പിണറായിയെ കുടഞ്ഞ് ശക്തിധരൻ രംഗത്ത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണം എന്ന തലക്കെട്ടിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇദം പ്രഥമമായി ഒരു വാർത്ത മാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കാൻ ഇന്ത്യ 75 വർഷം കാത്തിരിക്കേണ്ടി വന്നു. പല വായ്താരണികളും നേരിട്ടുവെങ്കിലും തട്ടിയും മുട്ടിയും തടിക്ക് കേടില്ലാതെ രക്ഷപ്പെട്ടു പോകുകയായിരുന്നു ഇതുവരെ. പാർലമെന്റിൽ സോമനാഥ് ചാറ്റർജിയും ഇന്ദ്രജിത് ഗുപ്തയും വാസുദേവാചാര്യയും മറ്റും അധികായന്മാരായ കമ്മ്യൂണിസ്റ്റ് ഇതര നേതാക്കളുടെ മുഖത്ത് ഏറുകണ്ണിട്ട് പുച്ഛിച്ച് ചിരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ ഓർമ്മകൾ ഇപ്പോൾ കടന്നു പോകുന്നത് ഈ മഹാപ്രസ്ഥാനം കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന മുന്നറിയിപ്പോടെയാണ്. പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരുന്നെങ്കിൽ ആ യശസ്സിൽ ഇപ്പോഴും ഒരു കോട്ടവും സംഭവിക്കില്ലായിരുന്നു. വൈദ്യുതി മേഖലയിൽ ഇന്ത്യ കണ്ട അതിപ്രഗത്ഭനായ ട്രേഡ് യൂണിയനിസ്റ്റ് ഇ ബാലാനന്ദനും ഇന്ത്യയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ജനനായകൻ VS അച്യുതാനന്ദനും മറ്റും സധൈര്യം സത്യം കണ്ടെത്തി പാർട്ടിയോട് തുറന്നു പറഞ്ഞ കാനഡ ഇടപാടിലെ വീഴ്ചകൾ ഗൗരവത്തിലെടുക്കാൻ കൂട്ടാക്കിയിരുന്നുവെങ്കിൽ പാർട്ടി എന്നാൽ പണം കൊയ്യാനുള്ള സ്വർണം കായ്ക്കുന്ന മരമല്ല എന്ന ദൃഢനിശ്ചയത്തിൽ കാലിടറാതെ നിന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ പാർട്ടിക്ക് വരില്ലായിരുന്നു. അർബുദം ബാധിച്ച ഭാഗം മുറിച്ചു മാറ്റുക തന്നെ ചെയ്യുമായിരുന്നു. വഞ്ചകനായ പ്രകാശ് കാരാട്ട് ഈ പാർട്ടിയുടെ അന്ത്യകൂദാശ ചെയ്തതിൽ പശ്ചാത്തപിക്കുന്നുണ്ടോ? പാവങ്ങളുടെ എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഈ ഒറ്റ മനുഷ്യൻ കാരണം പൊലിഞ്ഞു പോയത്? ആർക്കു വേണ്ടിയാണ് തൊഴിലാളി വർഗത്തെ ഒറ്റുകൊടുത്തത്? എന്ത് കിട്ടി കാരാട്ട്? പഴുത്തുനാറിയ കൈകൾ ഉയർത്തി മുഖ്യമന്ത്രി പറയുന്നത് കേട്ടില്ലേ? തന്റെ കൈകൾ ശുദ്ധമെന്നും. ശുദ്ധം എന്ന പദത്തിന് മലയാള നിഘണ്ടുവിൽ എന്നു മുതലാണ് ഈ അർത്ഥം വന്നത്? മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പണം കൊണ്ടാണെന്ന്. ഈ മനുഷ്യൻ ഇത്ര തറയാണോ? നാവെടുത്താൽ കള്ളമേ പറയുവോ? മക്കളെയും അതേ അച്ചിൽ വാർത്തു വെച്ചിരിക്കുകയാണോ? CPMന്റെ ഏത് ഘടകമാണ് പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായിയുടെ മകൾക്ക് ബിസിനസ്സിലേക്ക് പ്രവേശിക്കാൻ അനുമതി കൊടുത്തത്? എന്നാണ് ആ അനുമതി ലഭിച്ചത്? CPM എന്നാൽ ഏകശിലാരൂപത്തിലുള്ള ഒരു പാർട്ടിയല്ലേ? ആ പാർട്ടിയുടെ 3/4 നൂറ്റാണ്ട് നീണ്ട ചരിത്രത്തിലേക്ക് കാലത്തിന്റെ നിഴൽ കണ്ണാടി കാണിച്ചാൽ ഇതിഹാസ തുല്യമായ ഒരു ചരിത്രമാണ് ചുരുൾ നിവരുന്നത്. തെറ്റുകൾ ഏറെയുണ്ട് എങ്കിലും ഇന്ത്യ 1947 സ്വതന്ത്രയായി എന്ന് പറഞ്ഞത് ശരിയല്ലെന്ന് തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി അബദ്ധങ്ങൾ. പക്ഷേ അതിൽ കളങ്കമില്ല. ഗാന്ധിജി പോലും അതിൻ്റെ സംശുദ്ധിയെ പ്രകീർത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നിയമസഭയിൽ ഇന്നലെ അഭിമാനത്തോടെ പറയാൻ നാവ് പൊന്തിക്കാൻ കഴിഞ്ഞത് ഈ പാർട്ടിയിൽ അവശേഷിച്ച വിശ്വാസ്യതയുടെ കനൽ കഷ്ണങ്ങൾ പെറുക്കിക്കൂട്ടിയാണ്. ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് മകൾ വീണ തായ്കണ്ടിയിൽ ബംഗളൂരുവിൽ എക്സാലോജിക് എന്ന സ്ഥാപനം കോടികൾ മുടക്കി തുടങ്ങിയത് എന്നാണ് വീമ്പടിച്ചത്. ഇത്രയും കാലം ഈ മഹാന്റെ വായിൽ പഴമായിരുന്നു. ഏതെങ്കിലും കാലത്ത് അത്തരം പരാധീനതകൾ അദ്ദേഹം ഓർത്തിട്ടുണ്ടോ? രാജാവിൻ്റെ കുടുംബമല്ലേ? എന്തൊരു പെരും നുണ!